എന്ന നേതാവിന് അതിൽ പങ്കുണ്ട് ചില അഭ്യൂഹങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒരു കാര്യം, ഒരു അവസാന ചോദ്യം ചോദിച്ചോട്ടെ. ഈ NSS സുകുമാരൻ നായരുടെ പത്രസമ്മേളനത്തിനിടെ അങ്ങയുടെ ഒരു ഫോൺ വന്നു. അത് വലിയ കൗതുകമായി ആളുകളൊക്കെ ഇത് കാണുമ്പോഴേ. അല്ല, ഞാൻ വിളിച്ചിരുന്നതാണ്. ഈ ഇപ്പോൾ ദേവസ്വം ആസ്ഥാനത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് ചില ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികളുടെ അടുത്തൊക്കെ ED പരിശോധന നടത്തുകയാണ്. ED ഇക്കാര്യത്തിൽ ഇടപെടുന്നതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? SIT അന്വേഷണം നടത്തുന്നുണ്ട്. അതിനിടയിൽ SIT വളരെ ഭംഗിയായി അന്വേഷണം നടത്തുന്നത് കോടതി തന്നെ സംതൃപ്തി രേഖപ്പെടും. ഞങ്ങളും അഭിപ്രായക്കാരാണ്. EDയുടെ വരവ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിക്കണ്ടേ പറയാൻ പറ്റുള്ളൂ. കാരണം ED ഇപ്പോൾ ഒരുത്തിനെ പുറത്താക്കിയല്ലോ, രാധാകൃഷ്ണൻ. മുമ്പ് ചെയ്തത് എങ്ങനെ മുഖ്യമന്ത്രിയെയും മറ്റാളിലും പെടുത്താമെന്നുള്ളതിന് അയാൾ ഗവേഷണം നടത്തി കൊള്ളരുതായ്മ കാണിച്ച് അഴിമതി നടത്തിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ EDയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന രാധാകൃഷ്ണനെ പുറത്താക്കിയത്. അപ്പോൾ മുമ്പ് കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും EDയെക്കുറിച്ചൊരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. CBIയെക്കുറിച്ച് മുമ്പ് കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവരെക്കുറിച്ച് നല്ല കമൻറ്റ് അന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞു. SITയുടെ അന്വേഷണം നല്ല രൂപത്തിൽ നടക്കുമ്പോൾ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുമ്പോൾ EDയുടെ ഇടപെടൽ ഒരു രാഷ്ട്രീയ ഇടപെടലാണെന്ന് അങ്ങ് സംശയിക്കുന്നുണ്ട്? ആരെങ്കിലും സംശയിച്ച് അവരെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം വളരെ ഭംഗിയായിട്ടൊരു അന്വേഷണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സംതൃപ്തി പൂർണ്ണമായി കോടതി രേഖപ്പെടുത്തി. നമ്മളും അതനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം പൂർണ്ണ സംതൃപ്തിയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്കൂടെ കയറി മറ്റൊരു അന്വേഷണം വരുന്നത് ദുരുദ്ദേശമാണോ എന്ന കാര്യങ്ങൾ ആരെങ്കിലും സംശയിച്ച് അവരെ തെറ്റു പറയാനാവില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ SNDPയും NSSും വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ 2 സമുദായ സംഘടനകളാണ്. അവരുടെ ഒരു ഐക്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. അതിനെ അങ്ങ് എങ്ങനെയാണ് നോക്കുകയാണ്? അവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതിലിടപെടാൻ നമുക്കെന്താ അഭിപ്രായം? അവർക്ക് അല്ല, നിശ്ചയമായി അവർ 2 കൂട്ടരും അത് യോജിച്ച് മുന്നോട്ട് പോകുന്നതിൽ അവരവരുടെ ഓരോ സംഘടനയ്ക്ക് അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അതിലൊന്നും ഇടപെടാൻ പാർട്ടിക്ക് അധികാരമില്ല, അവകാശമില്ല. ഞങ്ങളുടെ ഒരു നിലപാട്, മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല, രാഷ്ട്രീയം മതത്തിൽ ഇടപെടാൻ പാടില്ല, നിരപേക്ഷതയാണ്. VN വാസവൻ എന്ന നേതാവിന് അതിൽ പങ്കുണ്ട് ചില അഭ്യൂഹങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒരു കാര്യം, ഒരു അവസാന ചോദ്യം ചോദിച്ചോട്ടെ. ഈ NSS സുകുമാരൻ നായരുടെ പത്രസമ്മേളനത്തിനിടെ അങ്ങയുടെ ഒരു ഫോൺ വന്നു. അത് വലിയ കൗതുകമായി ആളുകളൊക്കെ ഇത് കാണുമ്പോഴേ. അല്ല, ഞാൻ വിളിച്ചിരുന്നതാണ്. അദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞിരുന്ന നേരത്തെ ഒരു കാര്യം, ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ വിഷയം പരിഹരിക്കാൻ ആവശ്യമായ തീരുമാനം എടുത്തിരുന്നത് അദ്ദേഹത്തെ അറിയിക്കാൻ ഞാൻ പത്രസമ്മേളനം അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം വിളിച്ചു പറഞ്ഞിരുന്ന കാര്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ന്യായമായ കാര്യമായിരുന്നു. അത് കൊട്ടാരക്കരത്തെ ഒരു വിഷയമായിരുന്നു. ആ കാര്യം വിളിച്ച് പറയാൻ വേണ്ടി സംസാരിച്ചു. പരിഹരിച്ചതിന് ശേഷം അത് വിളിച്ചാണ്. അതല്ല കൗതുകമായി അത് കണ്ടോ? ഏതായാലും മിനിസ്റ്റർ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. EDയുടെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ നടത്തുന്ന റെയ്ഡും അന്വേഷണത്തിലുമൊക്കെ രാഷ്ട്രീയ ദുരുദ്ദേശം ആരെങ്കിലും സംശയിച്ചാൽ അതിനെ കുറ്റം പറയാനാകില്ല എന്നുകൂടി മിനിസ്റ്റർ പറഞ്ഞു വെക്കുകയാണ്. റിപ്പോർട്ടർ ആദിൽ പാലോടൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.